പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചൈനീസ് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണൂ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ചൈനീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് ഇങ്ങനെ ചതുര പീസാക്കി കട്ട് ചെയ്ത് വെക്കണം. ചെറിയ ചെറിയ പീസ് ചതുര പീസാക്കി കട്ട് ചെയ്ത് വെക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണിത്. അങ്ങനെ മുഴുവൻ ചിക്കനും ഇതുപോലെ തന്നെ പീസാക്കി വെക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒരു മസാലയും ചേർക്കുന്നില്ല. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മധുരമുള്ള ഒരു ചിക്കനാണിത്. ചിക്കൻ ഫ്രൈ ആണ്. എരിവ് കൂടുതലായിട്ടൊന്നുമില്ല. എരിവിന് വേണ്ടി നമ്മൾ കുറഞ്ഞ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു മുട്ടയുടെ മഞ്ഞയാണ്. മുട്ടയുടെ മഞ്ഞ മാത്രം മതി, വെള്ള ഇതിനാവശ്യമില്ല. ഒരു മുട്ടയുടെ മഞ്ഞ, പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സോയാ സോസാണ് ചേർക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്തത്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ കളറൊന്നും ബ്ലാക്ക് കളറിലായി കിട്ടുകയില്ല, നല്ല വൈറ്റ് കളർ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തത് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. അതും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോൺഫ്ലവർ ചേർത്താൽ പിന്നെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതുകൊണ്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഏറ്റവും നല്ലത്. എങ്കിൽ അടിയിൽ പിടിക്കാതെയൊക്കെ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചൈനീസ് വിഭവമല്ലേ, അപ്പോൾ വെളിച്ചെണ്ണേക്കാൾ നല്ലത് സൺഫ്ലവർ ഓയിലാണ്. എന്തെങ്കിലും അതുകൊണ്ടുള്ള ഓയിൽ. അത് ചൂടായതിന് ശേഷം അതിലേക്ക് പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ബാച്ച് ഇട്ടതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുത്ത് അടുത്ത ബാച്ച് ഇട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടതിന് ശേഷം എല്ലായിടത്തും ഒന്ന് നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അതൊന്ന് കോരിയെടുക്കണം. ഇനി അതിൻ്റെ ഇടയിൽ നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടണം. അങ്ങനെ ആദ്യത്തെ ബാച്ച് കോരിയെടുത്തതിന് ശേഷം നമ്മളടുത്ത ബാച്ച് തൊട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതും കോരിയെടുക്കുക. ഇനി നമ്മൾ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം 1 കപ്പോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ സോസാണ്. അതുകൊണ്ടാണ് കൂടുതൽ ടൊമാറ്റോ സോസ് ഇതിനാവശ്യമുണ്ട്. ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക.
അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കോൺ സ്റ്റാർച്ചാണ്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണിത്. അതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ ചൈനീസ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചൈനീസ് ചിക്കൻ ഫ്രൈ റെഡിയായി. ഇത് ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതിനുശേഷം നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിന് മുകളിൽ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചൈനീസ് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.